ഞാനാ സത്യശീലനാ. ആകെയുള്ള ഒരു മകനാണ്. തന്തങ്ങനെ വലിച്ചു കിടക്കണ സമയത്ത് ആ മകൻ വന്നൊന്ന് കണ്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പം അതിൻ്റെ ഒരു മോശത്തരം കൊണ്ട് ഞാൻ ഇറങ്ങിയതാ, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. അച്ഛാ അച്ഛ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, സുഖമില്ലാതെ കിടക്കല്ലേ. നടക്കടാ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ വീടിന്റെ ആ സ്ഥലത്തിന്റെ ഒക്കെ ആധാരം ഇരിക്കണത് എവിടെ? അലമാരയിൽ തന്നെയാണോ? അത് വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടോ? വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എവിടുന്നേലൊക്കെ തെരഞ്ഞെടുക്കാം. എന്തായാലും ഈ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആവുമല്ലോ. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ഒന്നും മിണ്ടണക്കട അവിടെ. 2 ദിവസം കൂടി ഉള്ളു, ആ പാവം സമാധാനമായിട്ടൊന്ന് കിടന്നോട്ടെ അവിടെ. ഓ എന്താ പാവം. എടാ എന്റെ തന്തയാണിത് കേട്ടാ, അല്ലാതെ നിങ്ങളുടെ തന്ത അല്ലല്ലോ. എനിക്കില്ലാത്ത ദണ്ഡം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. ഇതൊന്നങ്ങോട്ട് കാറ്റ് പോട്ടെ. ഈ വീടിന്റെയും സ്വത്തിന്റെയും മുഴുവൻ അവകാശം ഞാനാ. നമുക്ക് ആലോചിക്കാം. ഇത് ആലോചിക്കാനൊന്നുമില്ല, അത് ലോക നിയമമാണ്. ശീതളേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോ ശീതളേട്ടാ. അതെ, ഒരു മിനിറ്റ്. ഡോക്ടർ നോക്കിയതാണ്. സ്വർണത്തിന്റെ മോതിരൊക്കെ കിടക്കണ്. എന്തായാലും പോകുന്നത് വരെ കിടക്കട്ടെ അല്ലേ. പെട്ടെന്ന് പോവില്ല, 2 ദിവസം കൂടെ കിടക്കും. അച്ഛാ എന്തായാലും വേഗം നോക്കട്ടോ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പപ്പാ കാര്യമാക്കണ്ട കേട്ടാ, വെള്ളമാണ്. ശീതള, ഈ ഭാഗത്ത് നല്ല ഒരു ഒന്നാന്തരം തേക്ക് നിന്നായിരുന്നല്ലോ. അത് ആ കുരുത്തം കണ്ട തന്ത വെട്ടി വിറ്റൂലേ? അല്ല സത്യേട്ടാ, അത് ഈ ഏതക്കിലല്ല, അങ്ങേ തലക്കിൽ ഏതക്കിലാണ്. എവിടെ? അപ്പുറത്തില്ലേ, അപ്പുറത്തെ വശത്താണ്. 11 ഉണ്ട് തേക്ക്. ഓ അപ്പൊ ഇവിടെ തേക്ക് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ തേക്കല്ല, അത് കൊടംപുളിയുടെ ഒരു മരല്ലായിരുന്നു. അതെ. ഓ അതിന് പോട് വന്നിട്ട് പിന്നെ മറിഞ്ഞു വീണു. നീ ഇപ്പോ ഏത് കാലത്ത് വന്നത് അവിടെ? എന്താ 48 വയസ്സിൽ വന്ന് കയറിയല്ലേ ഞാനിവിടെ. 48 വയസ്സിലോ? അല്ല അച്ഛനെ. അച്ഛൻ്റെ വയസ്സല്ലടാ എന്നോട് ചോദിച്ചു. എന്റെ ഞാൻ 12 വയസ്സിൽ വന്ന് കയറിയാണ് ഇവിടെ. അല്ലേ? ഓ ഈ 12 വയസ്സ് മുതൽ നീ ഈ കാലത്തിനിടയ്ക്ക് സമ്പാദിച്ചത് എന്താ? എന്ത് സമ്പാദിക്കുന്നത്? ആ കുറെ വാഴ വെച്ചുണ്ടാക്കിന്നല്ലാണ്ട് എന്ത് സമ്പാദിക്കുന്നതാണ്? ഉള്ള കാര്യം പറയാലോ സത്യേട്ടാ. ഞാൻ നോക്ക്, സത്യേട്ടൻ പാവാണെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ സംഗതി നിങ്ങളുടെ അച്ഛനാണ്. ഉള്ള കാര്യം പറയാലോ, ആ പേരട്ട കളവൻ 10 പൈസ എനിക്ക് തരില്ല. എത്ര നാളായി നാം ഇവിടെ നിന്ന് പണിയണത് അല്ലേ? മാസം കറക്റ്റ് പൈസ നോക്ക്, വാടക വീട്ടിൽ കിടക്കണ എൻ്റെ തള്ളയ്ക്ക് അയച്ചു കൊടുക്കും. എന്നാലും എനിക്ക് നയാ പൈസ തരില്ല, പെണ്ണും കെട്ടിക്കില്ല. നീ ഒരു കാര്യം ചെയ്തോ, എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ശമ്പളവും തരും, പെണ്ണും കെട്ടിച്ചു തരും. എന്താ ഈ കേൾക്കുന്ന ദൈവം? എൻ്റെ ദൈവമാണ് സത്യേട്ടൻ. ഓ കേട്ടാ, പിന്നെന്താണ്? ആരാപ്പി വരുന്നത്? സുഖമായിരുന്നു, രാഘവേട്ടനു. 2 ഇരപ്പാളികൾ. സത്യം വന്നൂലേ? ഞാനിപ്പോ വന്നു പോയി. ആകപ്പോ ആര് നോക്കാനാണ്? കൂട്ടുകാരൻ ചത്തോന്നറിയാൻ വേണ്ടി വന്നതാവും. ചത്തിട്ടില്ല, വലിച്ചു കിടക്കുക. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? എങ്ങനെ സംസാരിക്കണം സുഖേട്ടാ? നിങ്ങളൊന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും കൂടെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കുറു എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. അല്ല, അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യമില്ലേ, ഇപ്പൊ പ്രായമായിരിക്കല്ലേ. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റും, പക്ഷേ സത്യശീലം മറക്കില്ല. ഞാനിതാണ്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ അടക്കം ചെയ്യണം. നടക്കില്ല, അത് നടക്കില്ല. എന്തേ? അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കണ്ട സ്വത്തിന് മൊത്തം അവകാശിയായിട്ടുള്ള ഞാൻ തീരുമാനിക്കും എൻ്റെ ഭൂമിയിൽ എന്തൊക്കെ വേണം, എൻ്റെ ഭൂമിയിൽ എന്തൊക്കെ വേണ്ട. അതെ. ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഈ ഭൂമി വിൽക്കണം എന്ന് തോന്നിയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരാളെ ഇതിനകത്ത് കുഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കിട്ടില്ല.
കിട്ടില്ലേ ആ ഉറപ്പായിട്ടും കിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് വെക്കൽ നടക്കില്ല. പിന്നെ നമുക്ക് വല്ല പൊതുശ്മശാനത്തിലും കൊണ്ടുപോകാം, അതാ നല്ലത്. ശ്മശാനത്തിലോ? അല്ല അവിടെ ഇപ്പൊ കറണ്ടിന്റെ ഉണ്ടല്ലോ. ആ അതെ, അതിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും, അവിടെ തീരും. അത്രയുള്ളൂ. അല്ല സത്യ, കണ്ട സ്വത്തൊക്കെ ഉണ്ടായിട്ട് ഈ വയസ്സുകാലത്ത് മരിച്ചു കഴിഞ്ഞാൽ ശ്മശാനത്തിലൊക്കെ കൊണ്ടൊക്കെയാ പറഞ്ഞ നാട്ടുകാരറിഞ്ഞ മോശല്ലേ? തെണ്ടികളോട് പോകാൻ പറ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കള്ളുകൂടിയനാണ്, കഞ്ചാവ് വലിക്കാരനാണ് എന്നും പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ സമയത്ത് നാട്ടുകാർ ഈ പറയുന്ന തെണ്ടികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഒരക്ഷരം എനിക്ക് അനുകൂലമായിട്ട് ആ ചെയ്ത് ശരിയല്ല ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഒറ്റ ആളും പറഞ്ഞില്ല. അപ്പോൾ ഈ തെണ്ടികളെ മുഴുവൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും. എന്തിന്? അച്ഛൻ മരിച്ചിട്ട് അടിയന്തരത്തിനടാ. അടിയന്തരത്തിന് വന്നു പോയിക്കോട്ടെ. ആ അങ്ങനെ അപ്പോൾ നാട്ടിലുള്ള എല്ലാ തെണ്ടുകളെയും ഞാൻ വിളിക്കും, നിങ്ങളെയും വിളിക്കും. എല്ലാവരും വരിക. 3-4 തരത്തിലുള്ള പായസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തു. ആ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ സജഷനൊക്കെ പറയാം. പറ്റുമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കും. അപ്പോൾ എല്ലാവരും വരിക, എന്നിട്ട് നക്കുക, മൂടും തട്ടി തിരിച്ചു പോവുക. അങ്ങനെ വരുന്നു. വേറെ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ? എന്താ രാവട്ടാ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അതെ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വന്ന് അച്ഛൻ പോയി പോയി എന്താടാ പോയാ? ആരെങ്ങും പോയില്ല. പോയില്ലേ? അത് മണ്ടുമോള് വന്നിട്ട് അപ്പൂപ്പനെ കണ്ട വിഷമത്തിൽ കരയണേ. എന്താ അവളുടെ ഒരു വിഷമം. മനുഷ്യന്റെ നല്ല ജീവൻ പോയി. കുഴപ്പമൊന്നുമില്ലപ്പോ. ഒരു കുഴപ്പമില്ല. എത്ര കാലം ഇതിങ്ങനെ വലിച്ചു കിടക്കുന്നാവും. ഏയ് ഒരാൾക്കാരുടെ മനസ്സിരിപ്പ് കണ്ടില്ലേ? എന്താ മനസ്സിലിരിപ്പ് കുഴപ്പം? മനസ്സിലിരിപ്പിന് എന്താ പ്രശ്നം? വെറുതെ അതൊന്നും പറയാതെ കരുതിട്ടാ. ഇങ്ങനെ നല്ല പ്രായത്തിൽ നല്ലൊരു നോക്കിയില്ലേ? വേണ്ട 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 വേണ്ട, ഈ നാടകങ്ങളൊന്നും മോളെ അച്ഛൻ്റെ അടുത്ത് വേണ്ട. അത് ഇവിടെ ചെലവാവില്ല കേട്ടാ. അച്ഛനറിയാം അച്ഛൻ്റെ മക്കളൊക്കെ ഏത് തരം ജാതിയാണ്. ഇതിപ്പോ എന്താ വെച്ചാൽ അകത്ത് കിടക്കണ ആ തന്തങ്ങട് ചത്ത് കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലാവും. അപ്പൊ അതിന്റെ വിഹിതം പറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഈ വക നാടകം കേടുകൾ. അതൊന്നും എൻ്റെ അടുത്ത് ചെലവാവില്ല. പറഞ്ഞ മനസ്സിലായത്? അച്ഛ മണ്ടുന്റെ അച്ഛന്റെ മണ്ടുമോള് കരഞ്ഞു മരിക്കും. ശരിക്കും കരയും. നോക്കണം, നാടകം കളിക്കുന്നല്ല. നോക്ക്, നാണം ഉണ്ടോടാ നാട്ടിൽ? കണ്ടിന്റെ മുമ്പിൽ പറയുന്നത് ഇവിടെ വാക്കും കേട്ട് നീയെല്ലാം നടക്കടാ. ഇവിടെ പേങ്കോന്ത മരുവാനത്രേ. കുഴപ്പമില്ല സത്യേട്ടാ, അത് കളർ താണല്ലോ, അറിയില്ലേ? അതെ, നിങ്ങളുടെ ഒന്നും മനസ്സിലിരിപ്പം നടക്കില്ല. എല്ലാവരും അറിയിക്കൊള്ളണം. ഒക്കെ അറിയുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന്